ഹേ ഗൈസ്, അപ്പോൾ ഇന്നത്തെ പുതിയൊരു ബ്ലോഗിലേക്ക് അവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ബ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരുപാട് നാളായി ബ്ലോഗ് ചെയ്തിട്ട്, ഈ വർഷം ബ്ലോഗ് ചെയ്തിട്ടില്ല. എന്നാലും ഇന്നത്തെ ഈ ബ്ലോഗ് വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും ഗൈസ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് രാവിലെ കുറച്ച് പരിപാടിയുണ്ട്. എഡിറ്റിങ് കഴിഞ്ഞിട്ട് പള്ളിയിൽ പോകണം. പള്ളിയിൽ പോയിട്ട് വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനായിട്ടുണ്ട്. അതായത് ഇന്ന് വൈകിട്ട് 5:30 നമ്മുടെ സെക്കൻഡ് ഫ്ലോറിൻ്റെ ചെറിയൊരു പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രാർത്ഥിച്ച് കയറുന്ന, പാലിയാഴ്ചയായിട്ടല്ല, പ്രാർത്ഥിച്ച് കയറുന്ന ചെറിയൊരു പരിപാടിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗാണ് ഇന്ന് മെയിനായിട്ടും നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പോണേ. അപ്പോൾ വൈകിട്ട് 5:30 പരിപാടി. ഒരു ഭവനാരാധനയും പിന്നെ ചെറിയൊരു പ്രാർത്ഥനയായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ വലിയ രീതിയിലൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ കുറച്ച് പേരെ വിളിച്ചിട്ടുള്ള, പള്ളിയിലുള്ള കുറച്ച് പേര് വിളിച്ചിട്ടുള്ള ചെറിയൊരു പരിപാടിയാണ്. ഫ്രണ്ട്സിനെ അങ്ങനെ ആരെയും വിളിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് നേരെ പള്ളിയിൽ പോയിട്ടാണ് ബാക്കി പരിപാടി. അപ്പോൾ ലെറ്റ്സ് ഗോ. ഈ ഗൈസ്, അങ്ങനെ നമ്മൾ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് പോകണം. അവിടെ നിന്ന് ഇറങ്ങി, അവിടെ ചെറിയ ഷൂട്ടുണ്ട്. ഷൂട്ട് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങണം. ഈ ഗൈസ് അങ്ങനെ പള്ളിയിൽ പോയിട്ട് വന്നു. ഇനി ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഫുഡിനുള്ള പരിപാടിയെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ കാണിച്ചു തരാതെ. വീട്ടിൻ്റെ വെളിയിലാണ് ഇത് ഫുള്ള് സെറ്റ് ചെയ്യണം. കണ്ടില്ലേ? ഈ ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കസാര കാര്യങ്ങളൊക്കെ എടുക്കണം. കസാര എടുത്ത് ഫുള്ള് സെറ്റ് ചെയ്യണം. അപ്പോൾ കുളിച്ചെൻ്റെ അവിടെ പോയി സൗണ്ട്സിൽ പോയിട്ട് സാധനം എടുക്കണം. കാറിൽ എടുത്തുകൊണ്ട് വരാമെന്ന് വിചാരിച്ച് അപ്പോൾ കാറിൽ പോയിട്ട് പോവാം. ഇത് നമ്മുടെ ആയിത്തിൻ്റെ പഴയ വീട് കണ്ടില്ലേ? ലൈറ്റ് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ അകത്താണ് കസാര. അങ്ങനെ കസാര ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്. പള്ളിയിലത്തെ ഒരു ഷൂട്ട് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടതാണ്. അപ്പോൾ ഇതൊക്കെ 54 മിനിറ്റ് കാണിക്കണം. അപ്പോൾ ഫുള്ള് സെറ്റായിട്ട് സെറ്റാവണം. പിന്നെ ഇപ്പം ടൈറ്റിലും തമ്മിലും എല്ലാം കൂടെ കൊടുക്കുമ്പം സെറ്റാവും. ഈ ഗൈസ്, അപ്പോൾ കുറച്ച് പരിപാടിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരത്തെ തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ ഹാള് ഫുള്ള് ഒരുവിധം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണിച്ചു തരാവേ. ഇതാണ് കുറച്ച് കസാരയൊക്കെ എടുത്ത് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലേ? പിന്നെ കർട്ടൻ ഇതൊക്കെയാണ്. പിന്നെ ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയും ആ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് വേറൊരു കടയിൽ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതെടുത്തുകൊണ്ട് വരും. അതിപ്പോൾ ഇറച്ചിയും പിന്നെ വേറൊരു കറി മാത്രമാണ് കൊണ്ട് വയ്ക്കണം. ഈ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്. ചെറിയൊരു പരിപാടിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൈകിട്ടായിട്ടുണ്ട്. ഇനിയിപ്പം തന്നെ പരിപാടി തുടങ്ങി. ഫാമിലിയിലുള്ളവർ വീട് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ഊഞ്ഞാലി കയറണ യാറിടാ ആട്. അല്ലെങ്കിൽ ഇതിനകത്തൂലല്ലേ കാലത്തൂലല്ലോ. അങ്ങനെ മാറി. ഞാൻ അടിത്തരാം. പൊക്കോ ഇല്ല. എന്തുവാടേ? ഇങ്ങോട്ടാട്. സ്ട്രെയിറ്റ് ആയിട്ട്. എൻ്റെ സ്ട്രെയിറ്റിലോട്ട്. എൻ്റെ സ്ട്രെയിറ്റ് ഇങ്ങനെ. ഇത് കണ്ടോ ലൈറ്റ് മണ്ടയിൽ. അത് മാന മ്ലാവ. കൊച്ചു പിള്ളേരെ പോലെ ഇങ്ങനെ വാള മുതുക്കായില്ലേ. ഇപ്പോൾ താഴെ കുറേ പേര് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ പരിപാടി തുടങ്ങി. നീ ഇരുന്ന് ആടിയിട്ട് എന്തിനാ? അവൻ ആടിയില്ലല്ലോ.
കുഴിഞ്ഞിടങ്ങാണ്ട് അത് കാട് നീന്റെ കരയി വെച്ച് കൊച്ചിന്. അങ്ങനെ നമ്മുടെ പരിപാടി ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ മാരിയച്ചല്ല അല്ല ചെറിയൊരു റിനോവേഷൻ്റെ ഇനോഗ്രേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ പോയി. ഇപ്പോൾ സമയം തന്നെ ഒരു 8 മണിയായിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ഒരുപാട് പേര് ഗിഫ്റ്റ് കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ കൊച്ചയും വലിയച്ചയും എല്ലാ ഫാന്, അതോടൊപ്പം അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവിടുത്തെ മെയിൻ ബ്ലോഗായിട്ട് നമ്മൾ എടുക്കാത്ത വേറെ ഒന്നുണ്ടല്ലോ ഗൈസ്, കുറച്ച് തിരക്കായിരുന്നു. ഇപ്പോഴാണ് എന്താ പറയുക സമയം കിട്ടിയത് ബ്ലോഗ് എടുക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നമ്മളിപ്പം ചെയ്തിട്ടുള്ള ഓവർവ്യൂ കാണിച്ചു കഴിഞ്ഞാൽ ഫാൻ ഓഫ് ആകട്ടെ, അല്ലെങ്കിൽ നല്ല സൗണ്ട് ആയിരിക്കും. അതായത് നമ്മുടെ ഇവിടെ അത്രയും നിങ്ങൾ കുറച്ച് ബ്ലോഗായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ പ്രാർത്ഥിച്ച് കഴിച്ചായിരുന്നു കേട്ടോ. ഇത് നോർമലി നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെയാണ് ഇവിടുത്തെയും ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. വേറെ ഒന്നും ഇതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു മഴത്തുള്ളിയിലെ തീമാണ് നമ്മളിവിടെ കൊടുത്തേക്കണേ. കണ്ടില്ലേ, അതോടൊപ്പം തന്നെ ഇവിടെയും പെയിൻ്റ് അടിച്ചായിരുന്നു. അതോടൊപ്പം ട്യൂബും ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ താഴത്തെ ഫ്ലോർ പഴയത് തന്നെയാണ് കേട്ടോ. അതോടൊപ്പം തന്നെ ഇവിടെ നമ്മളിത് ഇവിടെയും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടില്ല, ഇതെല്ലാം നമ്മൾ ഫസ്റ്റിൽ ചെയ്തപ്പോൾ ഈ ഒരു മോഡലല്ല, ഒരു ഇൻ്റർലോക്കിൻ്റെ മോഡലിലാണ് നമ്മൾ ഇത് ഫിറ്റ് ചെയ്തത്. പക്ഷേ നമ്മൾ ചെയ്ത് പിന്നെ ഗോൾഡും എല്ലാം കൂടെ അടിച്ചപ്പം വേറൊരു വൈബായി. ഇപ്പം കാണാൻ അടിപൊളിയാണ്. നമുക്ക് വീഡിയോ ബാക്ക്ഗ്രൗണ്ടിന് എടുക്കാനായിട്ട് നല്ലതാണ്. അതോടൊപ്പം തന്നെ ഇവിടെയും പിന്നെ ഇവിടെ ഒരു പ്ലെയിൻ വാളാണ്, ഇവിടത്തെയും ഒരു പ്ലെയിൻ വാളാണ്. താഴത്തേക്കും ഇതേപോലെ കർട്ടൻ കമ്പി അടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഒരു ഊഞ്ഞാൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അവിടെ കിട്ടിയ കമ്പി ലെന്ത് കുറവാണ്, കുറച്ച് ലെന്ത് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഞാൻ ഇതിൻ്റെ താഴെ പോയിട്ട് ഓവർ വ്യൂ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. പിന്നെ താഴെ പോട്ട് ഞാൻ ഗൈസ് ഇത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. അതോടൊപ്പം വേറെയും കിട്ടിയിട്ടുണ്ട്. അത് 3D ഇതെവിടെ വയ്ക്കും എന്ന് ഉള്ളത് നോക്കി നിൽക്കുകയാണ്. അവിടെയും കൊള്ളാം. പിന്നെ ഇതൊക്കെ നമ്മൾ നോർമലി നമ്മളിവിടെ ചെയ്ത ഫ്രെയിംസും ഇവിടെ ഇരുന്ന ഫ്രെയിംസൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. ഇത് ഫ്രണ്ടിൽ വയ്ക്കാം. ഫ്രണ്ടിൽ നമുക്ക് സ്ഥലമുണ്ട് ഗൈസ്. അതായത് ഇവിടെ ആക്കിയായിരുന്നു വണ്ടയിൽ ഇവിടുത്തെ വക്കി വെക്ക് അല്ലെങ്കിൽ അകത്ത് അടച്ചാതിയായിരുന്നു. ഇപ്പൊ തൽക്കാലം അവിടെ എവിടെയെങ്കിലും തൂക്കിയിട് ഗൈസ്. ഇതാണ് നമ്മുടെ വീട്ടിൻ്റെ നൈറ്റ് വ്യൂ എന്ന് പറയണേ. എങ്ങനെയുണ്ട്? കൊള്ളാമല്ലോ. ഞാൻ പല വ്ളോഗിലും പറഞ്ഞിട്ടുണ്ട് ഇത് ഏറ്റവും ടോപ്പിലായിട്ട് കുറേ ലൈറ്റ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടെന്ന്. അതാണ് ഇതൊക്കെ. കണ്ടില്ലേ, എല്ലാവരും പോയി ഇപ്പോൾ. പിന്നെ കസാര ഫുള്ള് ഇതിൻ്റെ അകത്ത് കിടക്കണം. അതെല്ലാം നമുക്ക് മാറ്റേണ്ടതുകൊണ്ട് അതിപ്പം നടക്കൂലെന്നാണ് തോന്നണേ. എന്തായാലും ഇപ്പോൾ ഫുള്ള് ക്ഷീണിച്ചിരിക്കുകയാണ്. ഫുള്ള് തിരക്കായിരുന്നു ഇതിൻ്റെ അകത്ത്. പിന്നെ ലൈറ്റെല്ലാം പക്കയാണ്. എങ്ങനെയുണ്ട്? കാണാൻ ഭംഗിയില്ലേ സംഭവം? എന്തായാലും 2 കിടിലം ഫ്രെയിംസ് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് എവിടെയെങ്കിലും വയ്ക്കാം. ഇപ്പോൾ തൽക്കാലം ഇവിടെ എവിടെയെങ്കിലും ഇരിക്കട്ടെ. കണ്ടില്ലേ, ഇരിക്കട്ടെ. ഹേ ഗൈസ്, അപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞു, എല്ലാവരും പോയി. അപ്പോൾ ഇനി ഇവിടെ പ്രത്യേകിച്ച് വേറെ കണ്ടന്റൊന്നുമില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ വെച്ച് ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇപ്പോൾ നല്ല സമയം 8:30 കഴിഞ്ഞ്. ഇനി നമുക്ക് വേണം അടുത്ത് കുറച്ച് ഷൂട്ട് എഡിറ്റ് ചെയ്യാനായിട്ടുണ്ട്. അത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എഡിറ്റ് ചെയ്യാനും അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കണേ. എനിക്ക് എക്സ്പെക്റ്റേഷൻ എന്ന് പറയണത് ഞാൻ കിട്ടുന്ന രീതിയിലാണ് എക്സ്പെക്റ്റ് ചെയ്തത് വ്ളോഗ് എടുക്കാനായിട്ട്. സംഭവം ഇന്ന് ഇവിടെ ഫുള്ള് തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാവർക്കും നല്ല തിരക്കായതുകൊണ്ട് നല്ല കിട്ടുന്ന വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്തായാലും കിട്ടിയ അനുസരിച്ച് ഞാൻ കുറച്ച് വ്ളോഗ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കോളേജ് വ്ളോഗായിട്ട് നമ്മൾ ഉടനെ വരുന്നുണ്ട്. ഇത് എങ്ങനെയെങ്കിലും എനിക്ക് പെട്ടെന്ന് അപ്ലോഡ് ചെയ്ത് സെറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ എനിക്ക് മാക്സിമം എനിക്കെപ്പോഴും വ്ളോഗ് എടുക്കാൻ
ഉള്ള ഒരു ത്വര എനിക്കിപ്പം കയറി വരികയാണ്. വ്ളോഗ് എടുത്ത് ശീലമായ ഫുള്ള് വ്ളോഗായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം തന്നെ പാലിയാച്ചൊക്കെ എടുക്കാത്തത് കാരണം കൊണ്ടല്ല, അങ്ങനെ എല്ലാവരെയും വിളിക്കാൻ ഒരു സാഹചര്യം ഇല്ലായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് നമ്മളൊരു ഭവന ആരാധന വെച്ച് സെറ്റ് ചെയ്തത്. അപ്പോൾ നമ്മുടെ പള്ളിയിലുള്ള മുഖ്യരും വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെയും വ്ളോഗ് എടുക്കാനായിട്ട് പറ്റിയില്ല, കാരണം അതിൻ്റെ അകത്തായിരുന്നു ഫുള്ള്. കുറച്ച് വിഷ്വൽസ് മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. എന്തായാലും നമ്മൾ ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് ആരെയും വീഡിയോ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വ്ളോഗ് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.